ഹായ് ഫ്രണ്ട്സ്, ബിനോയി കമ്പ്യൂട്ടർ ടെക്നിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളം ടൈപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനായി നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് അഡോബ് പേജ് മേക്കർ ISM. പരസ്യങ്ങൾ, വിവാഹ ക്ഷണക്കത്തുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, ബയോഡേറ്റകൾ തുടങ്ങിയവ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ മലയാളം അക്ഷരങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വിൻഡോസ് തുറന്ന് വേണം പേജ് മേക്കർ ആരംഭിക്കുവാൻ. അതിനായി സ്റ്റാർട്ട് മെനുവിൽ നിന്നും ഓൾ പ്രോഗ്രാം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന പോപ്പപ്പ് മെനുവിൽ നിന്നും പേജ് മേക്കർ 7.0 മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡോബ് പേജ് മേക്കർ വിൻഡോസ് തുറക്കപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് ഒരു പുതിയ പേജ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മെനു ബാറിൽ നിന്ന് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന മെനുവിൽ നിന്നും ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ് സെറ്റപ്പ് വിൻഡോ ലഭിക്കും. ഇവിടെ ഏത് സൈസിലുള്ള പേജ് വേണമെങ്കിൽ നമുക്ക് പേജ് സൈസ് ഓപ്ഷനിൽ നൽകാം. ഞാൻ A4 ചൂസ് ചെയ്യുകയാണ്. പിന്നീട് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പേജ് ലഭിക്കുന്നതാണ്. അടുത്തതായി ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കർസർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാവുന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത കാര്യം കൂടുതൽ വലുപ്പത്തിൽ കാണുന്നതിനായി ഒരു ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. അതിനായിട്ട് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഫംഗ്ഷൻ കീകൾക്ക് താഴെയായി കാണുന്ന നമ്പർ കീകളിൽ നിന്ന് 2 എന്ന അക്കത്തിൽ പ്രസ് ചെയ്യുക. അപ്പോൾ കർസർ ഇരിക്കുന്ന സ്ഥലത്തെ മാറ്റർ കൂടുതൽ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ ഇംഗ്ലീഷ് ഫോണ്ടിനെ മലയാളം ഫോണ്ടിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനായി വിൻഡോ മെനുവിൽ നിന്ന് ഷോ കൺട്രോൾ പാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രോൾ പാലറ്റ് വിൻഡോ പേജിൽ ലഭിക്കുന്നതാണ്. അതിനുശേഷം മലയാളം ഫോണ്ട് നൽകുന്നതിനായി ടൈപ്പ് ചെയ്ത മാറ്റർ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. തുടർന്ന് ഫോണ്ടിന് അടുത്തായി കാണുന്ന പോപ്പപ്പ് മെനുവിൽ നിന്ന് MLTT തുടങ്ങുന്ന ഫോണ്ട് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ MLTT എന്ന കൺട്രോൾ പാലറ്റിലെ ഫോണ്ട് ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ മലയാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. MLTT തുടങ്ങുന്ന ഫോണ്ടുകളാണ് ISM മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ആയ ISM ഉപയോഗിച്ച് പേജ് മേക്കറിൽ മലയാളം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ പേജ് മേക്കർ വിൻഡോ മിനിമൈസ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ നിന്നും ISM സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഈ സമയത്ത് സോഫ്റ്റ്വെയർ ടാസ്ക് ബാറിൽ ലഭ്യമാകും. തുടർന്ന് ടാസ്ക് ബാറിൽ നിന്നും ISM സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുക. അതിനായി നമുക്ക് മൗസ് കൊണ്ടുവന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ISM വിൻഡോ ലഭിക്കുന്നതാണ്. സ്ക്രിപ്റ്റ് മെനുവിൽ മലയാളമാണോ ഡിഫോൾട്ട് ആയിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം മെനു ബാറിലെ ഹൈഫനേഷൻ ഓപ്ഷൻ സെലക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. അത് കഴിഞ്ഞ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ആവശ്യമായ ഓപ്ഷൻ നൽകുക. ഇവിടെ 3 ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് നം ലോക്ക്, രണ്ടാമത്തേത് ക്യാപ്സ് ലോക്ക്, മൂന്നാമത്തേത് സ്ക്രോൾ ലോക്ക്. നമുക്കിതിൽ നിന്നും സ്ക്രോൾ ലോക്ക് നൽകാം. ഇത് നൽകുന്നത് മലയാളം സ്വിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റി നൽകുന്നതിനാണ്. ഇവിടെ ഞാൻ സ്ക്രോൾ ലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈറ്റിൽ ബാറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് കീബോർഡ് മെനുവിൽ ഇൻസ്ക്രിപ്റ്റ് സെലക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില സമയത്ത് ISM സോഫ്റ്റ്വെയർ ഡിസേബിൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മലയാളം കീസ് ശരിയായി ലഭിക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ഡിസേബിൾ ISM സെലക്ഷൻ മാറ്റി നൽകിയാൽ മതി. അതിനായി സെറ്റിംഗ്സ് മെനുവിൽ നിന്ന് സെലക്ഷൻ മാറ്റി നൽകുക. ഇപ്പോൾ ഇത് മാറ്റി നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായി പേജ് മേക്കറിലെ ചില ടൂളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ആരോ കീയുടെ ചിഹ്നത്തിലുള്ള സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാണ് നാം പേജ് മേക്കറിൽ ചെയ്യുന്ന ഓരോ ലെയറുകളും സെലക്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനായി ടൂൾ ബോക്സിൽ നിന്ന് ആരോ കീ സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ലെയറുകളിലും സെലക്ഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
കൂടാതെ ഓരോ പേജുകളും നമുക്ക് കാണുന്നതിനായി പേജിന്റെ ഇടതുഭാഗത്തായി കാണുന്ന നമ്പറുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് സെലക്ഷൻ മാറുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് ഹാൻഡ് ടൂൾ എന്താണെന്ന് നോക്കാം. അതിനായി ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ കൈയുടെ ചിഹ്നത്തിലുള്ള ഒരു ടൂൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഹാൻഡ് ടൂളിന്റെ സഹായത്തോടെ പേജിലെ മാറ്ററുകൾ നമുക്ക് ആവശ്യാനുസരണം നീക്കാൻ സാധിക്കുന്നതാണ്. ഇനി മാഗ്നിഫയർ ടൂൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ടൈപ്പ് ചെയ്ത മാറ്ററുകൾ കൂടുതൽ വലുപ്പത്തിൽ കാണാൻ ഈ ടൂൾ നമ്മെ സഹായിക്കും. അതിനായി ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെൻസിന്റെ ആകൃതിയിലുള്ള ചിഹ്നം നമുക്ക് പേജിൽ ലഭിക്കുന്നതാണ്. തുടർന്ന് മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറ്റർ വലുപ്പത്തിൽ കാണാൻ കഴിയും. മൗസ് ഉപയോഗിച്ച് പേജിലെ വലുപ്പത്തിൽ കാണേണ്ടതായ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അവിടം നമുക്ക് കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയും. ഇവിടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ ചില അക്ഷരങ്ങൾ ലഭിക്കുന്നതിന് നാം പ്രസ് ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിനായി ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അക്ഷരങ്ങൾ ശരിയായി ലഭിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത്. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ എന്ന അക്ഷരം ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് ചിഹ്നം നൽകിയിരിക്കുന്നത് ഒരുമിച്ച് ഈ അക്ഷരങ്ങൾ പ്രസ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കാനാണ്. കൂടാതെ സമം സൂചിപ്പിക്കുന്നത് ഇവയിൽ നിന്ന് ലഭിക്കുന്ന അക്ഷരത്തെയാണ്. നമുക്ക് മലയാളം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കുറച്ച് കീബോർഡ് സിമ്പലുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് കീബോർഡിലെ ബാക്ക് സ്പേസിനടുത്തായിട്ട് കാണുന്ന സിമ്പലാണ് പ്ലസ് ഈക്വൽ ടുവിന്റെ സിമ്പല്. ഇതില് ഒരു കീയിൽ തന്നെയാണ് രണ്ട് സിമ്പലുകൾ നമുക്ക് കാണാനാവുന്നത്. ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലസ് എന്ന ചിഹ്നം ലഭിക്കുകയുള്ളൂ. എന്നാൽ നോർമൽ രീതിയിൽ ഈ സെയിം കീയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു സിമ്പൽ ലഭിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ കീകളിൽ മുകളിലായി കാണുന്നത് ലഭിക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യണം, താഴെയായി കാണുന്ന ചിഹ്നം ലഭിക്കണമെങ്കിൽ നോർമൽ രീതിയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചിഹ്നങ്ങളുടെ സഹായത്തോടെ പല രീതിയിലുള്ള മലയാള അക്ഷരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്കത് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ചിഹ്നങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത് അധിക ചിഹ്നം, രണ്ടാമതായി കാണുന്നത് സമം, ഇത് ഹൈഫൺ സിമ്പൽ അല്ലെങ്കിൽ അണ്ടർസ്കോർ നമുക്ക് പറയാം. കൂടാതെ താഴെയായി കാണുന്നത് മൈനസ് സിമ്പൽ. ഈ ബ്രാക്കറ്റിന് പല രീതിയിൽ പേരുകളുണ്ട്. ആ പേരുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ബ്രേസ്, സ്ക്വിഗ്ലി ബ്രാക്കറ്റ്സ്, കേർലി ബ്രാക്കറ്റ്സ് എന്നിങ്ങനെ പറയാറുണ്ട്. അടുത്തതായിട്ട് താഴെയായി കാണുന്ന ഈ ബ്രാക്കറ്റിന്റെ പേരാണ് ഓപ്പൺ ബ്രാക്കറ്റ്. അതുപോലെ തന്നെ ഓപ്പൺ ബ്രേസ് പോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്ലോസ് ബ്രേസ്. കൂടാതെ അതിന്റെ മറ്റു പേരുകളാണ് സ്ക്വിഗ്ലി ബ്രാക്കറ്റ്സ്, കേർലി ബ്രാക്കറ്റ്. അടുത്തത് ഈ ബ്രാക്കറ്റിന്റെ പേരാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അടുത്തതായിട്ട് രണ്ട് ഡോട്ടിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് കോളൻ. അതേപോലെ തന്നെ അതിന് താഴെയായിട്ട് ഒരു ചെറിയ ഡോട്ടും ഒരു കോമായും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് സെമി കോളൻ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ലെസ് ദാൻ സിമ്പൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലെസ് ദാൻ സിമ്പൽ ഉണ്ട്, കോമ സിമ്പൽ ഉണ്ട്. ഇതിൽ നമുക്ക് ലെസ് ദാൻ സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. നോർമൽ പ്രസ്സിങ്ങിൽ നമുക്ക് കോമ സിമ്പിൾ ലഭിക്കും. അടുത്തതായിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, സ്ലാഷ് എന്നീ സിമ്പിളുകൾ കാണാൻ സാധിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ ലഭിക്കും. നോർമൽ പ്രസ്സിങ്ങിൽ നമുക്ക് സ്ലാഷ് എന്ന സിമ്പിൾ ലഭിക്കും. അടുത്തതായിട്ട് ഈ സിമ്പിളിന്റെ പേരാണ് ടൈൽഡ് സിമ്പിൾ. ഇത് നമുക്ക് കീബോർഡിൽ എസ്കേപ്പ് കീയുടെ താഴത്തായിട്ടാണ് ഈ സിമ്പിൾ കാണുന്നത്. ഈ കീ നമുക്ക് മലയാളം അക്ഷരങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ഈ സിമ്പിൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് രണ്ട് സിമ്പിളുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഡബിൾ ഇൻവേർട്ടഡ് കോമയും നോർമൽ കോമയും. പിന്നീട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ട്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഈ സിമ്പിളുകൾ നമുക്ക് മലയാളം അക്ഷരത്തിൽ ആവശ്യമില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് മലയാളം അക്ഷരങ്ങൾ ചെയ്യുന്നതിന് കീബോർഡിലെ ചില സിമ്പിളുകൾ പരിചയപ്പെടേണ്ടതായുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കീബോർഡിലെ പ്ലസ് ഈക്വൽ ടു ചിഹ്നം നാം ഉപയോഗിക്കുന്നത് ഇറു എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്നതിനാണ്. അതുപോലെ തന്നെ അണ്ടർസ്കോർ ഹൈഫൺ ചിഹ്നം നാം ഉപയോഗിക്കുന്നത് ആ എന്ന അക്ഷരത്തിനൊപ്പം സ്ക്രീനിൽ കാണുന്ന ചിഹ്നം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കീബോർഡിലെ സെമി കോളൻ കീ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ച എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്നത്. ഇച്ച എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്നതിന് കോളൻ കീ ആണ് ഉപയോഗിക്കുന്നത്. ഓപ്പൺ ബ്രേസ് കീ അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിന്റെ സഹായത്തോടെയാണ്
നാം ഇഡ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുന്നത്. ഈ അക്ഷരം ലഭിക്കേണ്ടതിനായി ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ക്ലോസിംഗ് ബ്രേസിൽ പ്രസ് ചെയ്യുമ്പോൾ ഞ എന്ന അക്ഷരം ലഭിക്കും. നമുക്ക് ഡ എന്ന അക്ഷരം ലഭിക്കുന്നതിനായി ഓപ്പൺ ബ്രാക്കറ്റിൽ പ്രസ് ചെയ്താൽ മതി. കീബോർഡിലെ കോമ കീ പ്രസ് ചെയ്താൽ ട എന്ന അക്ഷരം ലഭിക്കും. എന്നാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതേ കീയിൽ പ്രസ് ചെയ്താൽ ഇഡ എന്ന അക്ഷരം ലഭിക്കും. ഷ, ഇക്ഷ എന്നീ അക്ഷരങ്ങൾ നമുക്ക് ലെസ് ദാൻ സിമ്പലിന്റെ സഹായത്തോടെ ലഭിക്കും. കൂടാതെ ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പലിൽ പ്രസ് ചെയ്താൽ യ, ഇയ എന്നീ അക്ഷരങ്ങൾ നമുക്ക് ലഭിക്കും. ടൈൽഡ് സിമ്പൽ നാം ഉപയോഗിക്കുന്നത് ഒ എന്ന ചിഹ്നം ടൈപ്പ് ചെയ്യുന്നതിനാണ്. കൂടാതെ ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ സഹായത്തോടെയാണ് നമുക്ക് ചില്ലക്ഷരങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ മലയാളം അക്ഷരങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്യുമ്പോൾ ആ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ആ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എഫ് എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഇ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആർ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഇ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജി എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഉ എന്ന അക്ഷരം ലഭിക്കും. അതേപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ടി എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഉ എന്ന അക്ഷരം ലഭിക്കും. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറു എന്ന അക്ഷരം ലഭിക്കുന്നതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്ലസ് ഈക്വൽ ടു സിമ്പലിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇറു എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇസഡ് എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ എ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എസ് എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ എ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡബ്ല്യു എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഐ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ടൈൽഡ് സിമ്പലിൽ പ്രസ് ചെയ്യുമ്പോൾ ഒ എന്ന അക്ഷരം ലഭിക്കും. ഈ ടൈൽഡ് സിമ്പൽ നമ്മളുടെ എസ്കേപ്പ് കീയുടെ താഴത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഒ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്യൂ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഔ എന്ന അക്ഷരം ലഭിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്തുകൊണ്ട് എക്സ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ന അക്ഷരം ലഭിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ 4 കീകൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൈനസ് സിമ്പലിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ന അക്ഷരം ലഭിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് പ്ലസ് ഡി ഈസിക്കൽ ടു ആ, ഷിഫ്റ്റ് പ്ലസ് ഇ ഈസിക്കൽ ടു ആ, ഷിഫ്റ്റ് പ്ലസ് എഫ് ഈസിക്കൽ ടു ഇ, ഷിഫ്റ്റ് പ്ലസ് ആർ ഈസിക്കൽ ടു ഇ, ഷിഫ്റ്റ് പ്ലസ് ജി ഈസിക്കൽ ടു ഉ, ഷിഫ്റ്റ് പ്ലസ് ടി ഈസിക്കൽ ടു ഉ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പ്ലസ് ഈക്വൽ ടു സിമ്പലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇറു കിട്ടും. ഷിഫ്റ്റ് പ്ലസ് ഇസഡ് ഈസിക്കൽ ടു എ, ഷിഫ്റ്റ് പ്ലസ് എസ് ഈസിക്കൽ ടു എ, ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു ഈസിക്കൽ ടു ഐ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ടൈൽഡ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ കിട്ടും. ഷിഫ്റ്റ് പ്ലസ് എ ഈസിക്കൽ ടു ഒ, ഷിഫ്റ്റ് പ്ലസ് ക്യൂ ഈസിക്കൽ ടു ഔ, ഷിഫ്റ്റ് പ്ലസ് ഡി പ്ലസ് എക്സ് ഈസിക്കൽ ടു ഷിഫ്റ്റ് പ്ലസ് ഡി പ്ലസ് മൈനസ് സിമ്പിൾ ഈസിക്കൽ ടു ആ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത മലയാളം അക്ഷരങ്ങൾ പഠിക്കാം. അതിനായി കീബോർഡിലെ കെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ക എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇക്ക എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് കീബോർഡിലെ ഐ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഗ എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഐ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ഇക്ക എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് യു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന എന്ന അക്ഷരം ലഭിക്കും. ഇനി നമ്മൾ ഇവിടെ പഠിച്ച അക്ഷരങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ക, ഷിഫ്റ്റ് പ്ലസ് കെ ഈസിക്കൽ ടു ഇക്ക, ഐ ഈസിക്കൽ ടു ഗ, ഷിഫ്റ്റ് പ്ലസ് ഐ ഈസിക്കൽ ടു ഇക്ക, ഷിഫ്റ്റ് പ്ലസ് യു ഈസിക്കൽ ടു ഗ. അടുത്തതായി നമുക്ക് ചായ്ച്ച, ജായ്ച്ച, ഞ എന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കീബോർഡിലെ കോളൻ സെമികോളൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ച എന്ന അക്ഷരം ലഭിക്കും. അടുത്തത് നമുക്ക് ഇച്ച എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കോളൻ സെമികോളൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇച്ച എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് കീബോർഡിലെ പി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ജ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ച എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഞ എന്ന അക്ഷരം ലഭിക്കും. നമുക്ക് ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് എവിടെയാണെന്ന് ചിലർക്ക് സംശയമുണ്ടാവും. അത് നമ്മുടെ കീബോർഡിലെ പി എന്ന അക്ഷരത്തിന് അടുത്തായിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. സെമികോളനിൽ പ്രസ് ചെയ്യുമ്പോൾ ച കിട്ടും. ഷിഫ്റ്റ് പ്ലസ് സെമികോളനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇച്ച കിട്ടും.
പി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ജ കിട്ടും. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇച്ച കിട്ടും. ഷിഫ്റ്റ് പ്ലസ് ക്ലോസർ ബ്രാക്കറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഞ എന്ന അക്ഷരം നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. അടുത്തതായി നമുക്ക് ടായിട്ട ഡായിട്ട ന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കീബോർഡിലെ ഇൻവേർട്ടഡ് കോമ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ട എന്ന അക്ഷരം കിട്ടും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇൻവേർട്ടഡ് കോമ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട എന്ന അക്ഷരം കിട്ടും. തുടർന്ന് കീബോർഡിലെ ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഇഡ എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റിൽ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഇഡ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലെ സി എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ന എന്ന അക്ഷരം നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് എങ്ങനെ ഈ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് കീബോർഡിലെ ഇൻവേർട്ടഡ് കോമ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ട എന്ന അക്ഷരം കിട്ടും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇൻവേർട്ടഡ് കോമ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട എന്ന അക്ഷരം കിട്ടും. തുടർന്ന് കീബോർഡിലെ ഓപ്പണിംഗ് ബ്രാക്കറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഇഡ എന്ന അക്ഷരം ലഭിക്കും. പിന്നീട് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റിൽ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഇഡ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിലെ സി എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ന എന്ന അക്ഷരം നമുക്ക് ലഭിക്കും. അടുത്തത് നമുക്ക് തായ്ത ദായ്ത ന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കീബോർഡിലെ എൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ത എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൽ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ദ എന്ന അക്ഷരം ലഭിക്കും. ഒ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ ദ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്ലസ് ഒയിൽ നമ്മൾ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഇദ്ദ എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് കീബോർഡിലെ വി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ന എന്ന അക്ഷരം ലഭിക്കും. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൽ ഇസിക്കൽ ടു ത, ഷിഫ്റ്റ് പ്ലസ് എൽ ഇസിക്കൽ ടു ദ, ഒ ഇസിക്കൽ ടു ദ, ഷിഫ്റ്റ് പ്ലസ് ഒ ഇസിക്കൽ ടു ദ, വി ഇസിക്കൽ ടു ന. അപ്പോൾ തായ്ത ദായ്ത ന എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ഇനി നമുക്ക് പ ഫ ബ ഫ മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ പ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും എച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഫ എന്ന അക്ഷരം ലഭിക്കും. വൈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ബ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വൈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഫ എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് സി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ മ എന്ന അക്ഷരം ലഭിക്കും. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് എച്ച് പ്രസ് ചെയ്യുമ്പോൾ പ കിട്ടും. ഷിഫ്റ്റ് പ്ലസ് എച്ച് പ്രസ് ചെയ്യുമ്പോൾ ഫ കിട്ടും. വൈ പ്രസ് ചെയ്യുമ്പോൾ ബ കിട്ടും. ഷിഫ്റ്റ് പ്ലസ് വൈ പ്രസ് ചെയ്യുമ്പോൾ ഫ കിട്ടും. സി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മ എന്ന അക്ഷരം ലഭിക്കും. അടുത്തത് യ എന്ന അക്ഷരം ലഭിക്കുന്നതിനായിട്ട് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കീബോർഡിലെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് യ എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ജെ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ര എന്ന അക്ഷരം ലഭിക്കും. എൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ല എന്ന അക്ഷരം ലഭിക്കും. ബി ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ വ എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എം ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഷ എന്ന അക്ഷരം ലഭിക്കും. അതിനുശേഷം ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലെസ് ദാൻ സിംബലിൽ പ്രസ് ചെയ്യുമ്പോൾ ഷ എന്ന അക്ഷരം ലഭിക്കും. കീബോർഡിലെ എം ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ സ എന്ന അക്ഷരം ലഭിക്കും. കീബോർഡിലെ യു എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഹ എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് എന്നിൽ പ്രസ് ചെയ്യുമ്പോൾ ല എന്ന അക്ഷരം ലഭിക്കും. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ബിയിൽ പ്രസ് ചെയ്യുമ്പോൾ ര എന്ന അക്ഷരം ലഭിക്കും. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ജെ എന്ന അക്ഷരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ റ എന്ന അക്ഷരം ലഭിക്കും. ഇക്ഷ എന്ന അക്ഷരം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡി പ്രസ് ചെയ്യുക. തുടർന്ന് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലെസ് ദാൻ സിംബൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇക്ഷ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ എങ്ങനെ മലയാളത്തിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഷിഫ്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് സിംബൽ ഇസിക്കൽ ടു യ, ജെ ഇസിക്കൽ ടു ര, എൻ ഇസിക്കൽ ടു ല, ബി ഇസിക്കൽ ടു വ, ഷിഫ്റ്റ് പ്ലസ് എം ഇസിക്കൽ ടു ഷ, ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാൻ സിംബൽ ഇസിക്കൽ ടു ഷ, എം ഇസിക്കൽ ടു സ, യു ഇസിക്കൽ ടു ഹ, ഷിഫ്റ്റ് പ്ലസ് എൻ ഇസിക്കൽ ടു ല, ഷിഫ്റ്റ് പ്ലസ് ബി ഇസിക്കൽ ടു ര, ഷിഫ്റ്റ് പ്ലസ് ജെ ഇസിക്കൽ ടു റ, കെ പ്ലസ് ഡി പ്ലസ് ഷിഫ്റ്റ് പ്ലസ്
ലെസ് ദാൻ സിമ്പിൾ ഇസ് ഈക്വൽ ടു ക്ഷ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.